Hello friends, first of all, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ലെറ്റ് ലോജിക്കയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതുവെ നമ്മൾ മലയാളികൾക്ക് കേൾക്കാനാണേലും അതുപോലെ തന്നെ വായിക്കാനാണേലും താല്പര്യം മലയാളം തന്നെയാണ്. മാത്രമല്ല യൂട്യൂബിലെ ഇപ്പോൾ ആഡ്സ് ആണേലും അതുപോലെ തന്നെ തംബ്നെയിലാണേലും കാണാനും വായിക്കാനും താല്പര്യം മലയാളം തന്നെയാണ്. നമ്മുടെ ഫോണിലാണെങ്കിൽ പോലും ഇപ്പോൾ മലയാളം ടൈപ്പ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. ബട്ട് കമ്പ്യൂട്ടറിൽ എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോഷോപ്പാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ മലയാളം ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാണ്ടാണ് നിങ്ങൾ കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോക്സ് ആയിട്ടായിരിക്കും കാണുന്നത്. മലയാളം ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് പോയി അത് ഇൻസ്റ്റാൾ ചെയ്യും. വൺസ് നിങ്ങൾ ഈ ഫോൺ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഏത് ആപ്ലിക്കേഷനിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് 2, എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യാം. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനാണ് വരമൊഴി. ഇതിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ്ലൈൻ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ബട്ടണിൻ്റെ അതിൽ പോയി ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇനി നിങ്ങൾക്ക് ഇത് ഓൺലൈൻ ഐ ഡി യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ മതി. അത് ഡയറക്റ്റ് മലയാളത്തിലേക്ക് കൺവേർട്ട് ആയിക്കോളും. നിങ്ങൾക്ക് മലയാളം കീബോർഡ് യൂസ് ചെയ്ത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ വരുന്നൊരു ഡീമെറിറ്റ് എന്ന് വെച്ചാൽ ചില്ലക്ഷരങ്ങളൊന്നും പ്രോപ്പർലി കാണാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ഇതിൽ നിന്നല്ല ഏത് സൈറ്റിൽ കയറിയിട്ട് പേസ്റ്റ് ചെയ്താലും ചില്ലക്ഷരങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. സ്റ്റേജ് 4 എന്ന് വെച്ചാൽ എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. അത് വേറെ ഒന്നുമല്ല, സാധാരണ ഈ ചില്ലക്ഷരങ്ങൾ മലയാളം ഫോണ്ട് FML എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലായിരിക്കും കിടക്കുന്നത്. നമ്മളിത് കോപ്പി ചെയ്യണത് അതിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ ഈ ചില്ലക്ഷരങ്ങൾ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനാണ് കുട്ടി പെൻസിൽ. ഇനി ചില്ലക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുട്ടി പെൻസിൽ യൂസ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി ക്ലിക്ക് ചെയ്യണമെങ്കിൽ നേരെ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതാണ്. ഇവിടെ മംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ അത് ഓൾറെഡി മലയാളത്തിലേക്ക് കൺവേർട്ട് ആയിക്കോളും. പിന്നെ കോപ്പി ചെയ്യുമ്പോൾ FML ഫോർമാറ്റിലാണ് കോപ്പി ചെയ്തതെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ നമ്മുടെ മലയാളം ഫോണ്ട് സെലക്ട് ചെയ്താൽ നമ്മുടെ മെഷീൻ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, കാരണം കുട്ടി പെൻസിലും വരമൊഴിയും തമ്മിൽ എന്താ ഡിഫറൻസിന്. വേറെ ഒന്നുമില്ല, FML ഫോർമാറ്റ് കുട്ടി പെൻസിലിൽ മാത്രമേ സപ്പോർട്ട് ആകത്തുള്ളൂ. ഇനി നമുക്ക് ഇപ്പോൾ പറഞ്ഞ സ്റ്റെപ്പെല്ലാം ഒന്ന് ചുരുക്കി പറയാം. സ്റ്റെപ്പ് 1 എന്ന് വെച്ചാൽ മലയാളം ഫോണ്ട് ഡൗൺലോഡ് ചെയ്യുക. സ്റ്റെപ്പ് 2 എന്ന് വെച്ചാൽ അതിന് പറ്റിയ ഒരു ആപ്ലിക്കേഷൻ കണ്ടെത്തുക. സ്റ്റെപ്പ് 3 എന്ന് വെച്ചാൽ FML ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. ആൻഡ് സ്റ്റെപ്പ് 4 ഇത് നിങ്ങൾക്ക് വേണ്ട സ്ഥലത്തുകൊണ്ടേ പേസ്റ്റ് ചെയ്യുക. ലെറ്റ് ലോജിക്കയുടെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് ഫോർ ലെറ്റ് ലോജിക്ക ആൻഡ് ഐ ആം സൈനിങ് ഓഫ്.